ഒരു സിനിമ കാണാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ കുറേ റിവ്യൂസ് കാണും. നമ്മൾ 3 മണിക്കൂർ അതിൽ ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് കാര്യമുണ്ടോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അത്രയും പൈസ ഞാൻ ചിലവാക്കി കാണാൻ മാത്രം ഒരു വേർത്താണോ ആ സിനിമ എന്നുള്ളതൊക്കെ നോക്കിയിട്ടേ നമ്മളൊരു സിനിമ കാണണോ എന്നുള്ളത് പോലും തീരുമാനിക്കാറുള്ളൂ. എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകളും അവരുടെ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലൊന്നും ചിന്തിക്കാത്തത് എന്നുള്ളത് നമ്മൾ സംസാരിക്കണം. ആ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് ആക്ച്വലി ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പം ഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളോ ആവാം, ഇല്ലെങ്കിൽ നിങ്ങൾ SSC PSC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകളോ ആവാം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. കണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഇനി നിങ്ങൾ SSC പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ മുന്നോട്ട് പോകുന്നതോറും നിങ്ങളെ സന്തോഷം കൂടി വരും എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഡിഗ്രി ഒക്കെ കഴിയുന്ന ഒരു കുട്ടിക്കുള്ള അയാളുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട 3-4 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതിൽ പ്രധാനപ്പെട്ട 3 ഓപ്ഷൻസ്, ഒന്ന് ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് പോകുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഒരു കോർപ്പറേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുക, പോയി ജീവിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തായിട്ട് പിന്നെ നമുക്കുള്ള ബാങ്കിങ് സെക്ടറാണ്. ബാങ്കിങ് സെക്ടർ ഇതിൻ്റെ ഇടയിലായിട്ട് നിൽക്കും. അപ്പോൾ ഈ 3 സെക്ടറുകൾ വെച്ചുള്ള ഒരു കമ്പാരിസൺ ആണ് നടത്താൻ പോകുന്നത്. അതായത് നിങ്ങളൊരു പാരൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കാം നിങ്ങളെ ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ടാവുക. അപ്പോൾ ആലോചിക്കുകയാണ് ഇതിൽ 3-ൽ ഏത് വേണം, ഏതായിരിക്കും നല്ലത് എന്ന് പറയുമ്പോൾ അവിടെ എന്തുകൊണ്ടാണ് SSC എന്ന് പറയുന്ന ഒരു ഫീൽഡിന് പ്രാധാന്യം കൂടുതലുള്ളത്? മറ്റേ 2 ആളുകളിൽ നിന്നും ഈ ആളുകളുടെ വ്യത്യാസം എന്താണ്, ഈ ആളുകളുടെ പെർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ ബാങ്ക് ജോലി വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് പോയി ധൈര്യമായിട്ട് ആ പരീക്ഷ എഴുതാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ അത്യാവശ്യം കോർപ്പറേറ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡ് തന്നെയാണ് ഏറ്റവും മെച്ചമായിട്ടുണ്ടാവുക. എന്നാൽ അങ്ങനെയല്ല, എനിക്ക് നല്ലൊരു ജോലിയാണ് വേണ്ടത്, എനിക്ക് ഭാവിയിൽ റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല, ഞാൻ എൻ്റെ സമയം മുടക്കി കഷ്ടപ്പെട്ടൊരു ജോലി കണ്ടെത്തി ആ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല എന്നാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണാം. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, തീരുമാനിച്ചിട്ടില്ല, തിരഞ്ഞെടുത്തിട്ടില്ല, ഈവൻ തിരഞ്ഞെടുത്തത് SSC ആണെങ്കിൽ പോലും ഈ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾ അഥവാ SSC പ്രിപ്പറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ CGLന് വേണ്ടിയിട്ട് പഠിക്കുന്നുണ്ട്, ഈ വരാനിരിക്കുന്ന ഇപ്പം ഉടനെ നോട്ടിഫിക്കേഷൻ വരും, വിത്തിൻ ഒരു 1 മന്ത് നോട്ടിഫിക്കേഷൻ വരും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ചാനലിൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. പൈലറ്റ് ബാച്ച് എന്ന് പറഞ്ഞൊരു പുതിയ സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ആ സീരീസിൻ്റെ ഭാഗമാകാൻ വേണ്ടി കഴിയും. ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി ബന്ധപ്പെട്ട് കിട്ടും. നമുക്ക് ഡെയിലി ബേസിസിൽ ഈ ചാനലിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആയിട്ട് ഉള്ളതാണ്. ശരി, നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. ഞാൻ 3 പേരെയും കമ്പയർ ചെയ്തിട്ട് പറയാം കേട്ടോ. ആദ്യത്തെ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ്, നിങ്ങൾ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യം, എടാ 20 വർഷം വർക്ക് ചെയ്താലും, ഞാൻ 20 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് എൻ്റെ മുതലാളിയുടെ കീശ വീർപ്പിച്ചു എന്നല്ലാതെ എനിക്കതിൽ നിന്ന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും. നിങ്ങളെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ജീവിതത്തിലെ ആ യൂത്ത് എന്ന് പറയുന്ന ആ ഒരു സമയം നിങ്ങൾ വേറൊരാളുടെ ലാഭത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രൈവറ്റ് മേഖലയിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് മേഖലയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. ഇപ്പം നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ കുറച്ച് പ്രായമാവുന്ന സമയത്താണ് അത് വലിയ റിഗ്രറ്റായി മാറുക. എന്നാൽ നിങ്ങൾ CGLൽ ഒരു ജോലി വാങ്ങിക്കഴിഞ്ഞ് നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്, ഒരു ഇൻസ്പെക്ടറായിട്ടൊക്കെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കും നമ്മുടെ നാഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നാഷണലിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റിനുള്ള ആളുകൾക്ക് അത് വളരെ നല്ലതാണ്. നമുക്കൊരു റിഗ്രറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. ഞാൻ എൻ്റെ ജീവിതം മുഴുവനായിട്ടും ഏതെങ്കിലും ഒരാളുടെ ലാഭത്തിന് വേണ്ടിയല്ല, എൻ്റെ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചിലവാക്കിയത് എന്ന് പിന്നീട് ഒരു കാലത്ത് നമുക്ക് ആശ്വസിക്കാൻ വേണ്ടി പറ്റും. ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു നാഷൻ ബിൽഡിങ്ങിൻ്റെ ഒരു ബ്രിക്ക് ആവാൻ നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് ഈ SSC അല്ലെങ്കിൽ CGLനെ എടുത്തു പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ്. വളരെ ചെറിയൊരു കാര്യമാണ്, എന്നാൽ പോലും നമുക്കൊരു സമാധാനം അത് നമ്മുടെ മറ്റൊരു കാലഘട്ടത്തിൽ തരും എന്നുള്ളത് ഓർത്തോളാം. രണ്ടാമത്തത് പ്രൊമോഷൻസ് ആണ്. പ്രൊമോഷൻ വലിയൊരു കോമഡിയാണ് പല സ്റ്റേജുകളിൽ.
ഇപ്പോൾ നിങ്ങൾ കോർപ്പറേറ്റ് ഫീൽഡിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവും. ഓഫീസിലുള്ള ആളുകൾ, അവരെ നമ്മൾ ഒരുപാട് ആളുകളെ പ്ലീസ് ചെയ്യേണ്ടി വരും, ഒരുപാട് ആളുകളുടെ കൂടെ നമ്മൾ നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം പ്രൊമോഷൻസ് എന്നുള്ള രീതിയിലേക്കുള്ള പൊളിറ്റിക്സുകൾ പല പല ഓഫീസുകളിലുണ്ട്. അന്ന് നമ്മുടെ സീനിയേഴ്സിന് ഇഷ്ടമുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അവിടെ നമുക്കൊന്നും ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല. ഇനി നിങ്ങൾ സ്റ്റേറ്റ് പി എസ് സികളിലേക്ക് വരിക. സ്റ്റേറ്റ് പി എസ് സികളിലേക്ക് വരുമ്പം അവിടെ എക്സ്പീരിയൻസിൻ്റെ പേരിൽ തർക്കങ്ങളുണ്ടാവും. ഞാനാണ് ഇയാളെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതെന്ന് തുടങ്ങിയ തർക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ അവിടെ നമുക്കൊരു പ്രൊമോഷൻ ഉണ്ടാവുള്ളൂ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും അത്ര ട്രാൻസ്പെറൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിരിക്കും. ഒരിക്കലും ഒരു ട്രാൻസ്പെറൻസി അതിൽ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത്ര വർഷം കഴിഞ്ഞാൽ ഞാൻ പ്രൊമോട്ടഡ് ആവും എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാനേ കഴിയില്ല. എന്നാൽ സി ജി എല്ലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞ് നേരെ ഒരു സി ജി എല്ലിൻ്റെ ജോലിയിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമുകൾ എഴുതി, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തുള്ള എക്സാമുകൾ എഴുതി ഇത്ര പീരീഡ് അവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? പ്രൊമോഷൻസ് ഉണ്ടാവും. ഈ പ്രൊമോഷൻസിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സാധാരണ എംപ്ലോയി ആയിട്ട്, ഒരു ഡിഗ്രി ലെവൽ എംപ്ലോയി ആയിട്ട് ഇപ്പോൾ ചെറിയ പ്രായത്തിൽ 23-24 വയസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റിട്ടയർ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഗസറ്റഡ് ഓഫീസറായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എ ഒരു വലിയ പോസ്റ്റിലൊക്കെ ആയിരിക്കാം. അങ്ങനെയുള്ള സാധ്യതകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊരു വലിയ പോസിബിലിറ്റിയാണ്. ഏത് കേസിൽ? സി ജി എല്ലിൻ്റെ കേസിൽ. അവിടെ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്, ഒരു സുതാര്യത ഉണ്ട്. നമുക്ക് പറയാൻ പറ്റും ഓക്കെ എൻ്റെ പ്രൊമോഷൻ്റെ സമയമായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമയം അവിടെ ഉണ്ട്. കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി നമുക്ക് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഫീൽഡിലുണ്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു കരിയറാണ് നമ്മളെ മുന്നിലുള്ളത്. നമുക്കിങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ ഇന്ന സമയം കൊണ്ട് എനിക്ക് ഇന്നൊരു ലെവലിലേക്ക് എത്താൻ കഴിയുന്നുള്ളൊരു പ്ലാനിങ് നിങ്ങൾക്ക് പ്രോപ്പറായി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഇതൊന്നുമല്ല ഇപ്പോഴത്തെ നമ്മുടെ ജെൻസി കുട്ടികൾക്ക് ആവശ്യം. നമ്മളെ ജെൻസി എന്ന് വിളിക്കുന്ന ആ ഒരു വിഭാഗം കുട്ടികൾക്ക് ഒരിക്കലും അവരുടെ വലിയ സാലറിയോ അല്ലെങ്കിൽ അവരുടെ ഭയങ്കരമായ പ്രൊമോഷൻസോ അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസോ ഒന്നുമല്ല അവർക്ക് പ്രധാനപ്പെട്ടത്. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അവർക്ക് വർക്ക് ചെയ്യണം. എന്നാൽ വർക്ക് ചെയ്താൽ മാത്രം പോരാ, അവരുടെ ഹോബീസ് ഉണ്ട്, അതിനെ കൃത്യമായി ഫോളോ ചെയ്യാൻ അവർക്ക് പറ്റണം. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സ്കില്ലുകളൊക്കെ അധികമായി പഠിക്കണമെങ്കിൽ അതിനൊക്കെയുള്ള സമയം കണ്ടെത്താൻ പറ്റണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു കോർപ്പറേറ്റ് സൈഡിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരു ആഴ്ചയിൽ 60-70 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ടാർഗറ്റുകൾ ബേസ് ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ ഉണ്ടാവും, പ്രൊജക്റ്റുകൾ ഉണ്ടാവും, തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഉണ്ടാവും. ലേറ്റ് നൈറ്റ് ചിലപ്പോൾ 9 മണി 10 മണി വരെയൊക്കെ ഇരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ബാങ്കിങ് സെക്ടറിലേക്ക് വരുമ്പോഴും ടാർഗറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വർക്ക് കാര്യമായി അവിടെ ഉണ്ടാവും. അവിടെയും നല്ല പ്രഷർ ഉണ്ടാവും. അവിടെ ആ ഒരു പ്രഷർ കൂടാതെ തന്നെ നമ്മൾ ഈ പബ്ലിക്കിനായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടുതലായതുകൊണ്ട്, ബാങ്കിൽ വരുന്ന പബ്ലിക്കായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രഷറും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ആളുകളാണ്, നിങ്ങൾ ബാങ്കിങ് അങ്ങനെ ഇഷ്ടമില്ല അല്ലെങ്കിൽ ബാങ്കിങ്ങിനോട് വലിയൊരു ഐഡിയ ഇല്ല എന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ അവിടെ സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടമുള്ള ആൾക്ക് അതൊന്നും പ്രശ്നമല്ല, അവർ ആഗ്രഹിച്ച ജോലി ആയതുകൊണ്ട് അവർ ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്തോളൂ. അല്ലാത്ത ആളുകൾക്കാണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒരു ബുദ്ധിമുട്ടാവാൻ പോകുന്നത്. എന്നാൽ നിങ്ങളൊരു സി ജി എൽ പോസ്റ്റിലേക്ക് നോക്കുന്ന സമയത്ത്, ഇപ്പം ASO പോലുള്ള വലിയ പോസ്റ്റുകളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് കൃത്യം 5 ദിവസമാണ് വർക്കിംഗ്. ഇപ്പം അവിടെ ടൈമുണ്ട്, 10 to 5 എന്ന് പറഞ്ഞൊരു ടൈമുണ്ട്. അത്രേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി സമയം നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗുണം സി ജി എല്ലിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ജോലി മാത്രമല്ല, നമുക്ക് നമ്മളേതായ ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ വേണ്ടി കഴിയും. ചില ആളുകളുണ്ടാവും, ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, ബൈക്കേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ജീവിതം, ഫാമിലീൻ്റെ കൂടെ ചിലവഴിക്കാൻ കാര്യമായൊരു സമയം, അതൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ളത് ഈ ഒരു ഫീൽഡ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയാണ് മനസ്സിലാക്കുക. ഇനി നാലാമതായിട്ടുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? ജോബ് സെക്യൂരിറ്റിയാണ് അല്ലേ? ജോബ് സെക്യൂരിറ്റിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 311 എടുത്ത് നോക്കുക. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. ആർട്ടിക്കിൾ 311 പറയുന്നത് സിവിൽ സർവൻറ്റിനെ അങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞു വിടാൻ പറ്റില്ല എന്നാണ്. അതായത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അങ്ങനെ വെറുതെ പറഞ്ഞയക്കാൻ വേണ്ടി പറ്റില്ല. അവിടെ കൃത്യമായ റീസൺസ് ഉണ്ടാവണം. നിങ്ങളൊരു വലിയ ക്രിമിനൽ കുറ്റമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ ആ പോസ്റ്റിൽ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി കഴിയുള്ളൂ. അല്ല പെട്ടെന്നൊരു ഇൻഫ്ലേഷൻ വന്നു, അല്ലെങ്കിൽ റിസഷൻ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാൻഡമിക്, നമ്മളെ കോവിഡൊക്കെ വന്നതുപോലെ ഒരു പാൻഡമിക് ഒക്കെ വന്നു, സാമ്പത്തിക വലിയ ബുദ്ധിമുട്ടുകളുള്ള ഒരു സമയത്തിലേക്ക് രാജ്യം കടന്നുപോയി. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പറഞ്ഞയക്കാൻ കേന്ദ്ര സർക്കാരിന് യാതൊരു അവകാശവും ഇല്ല എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ ജോബ് അവിടെ സെക്യൂർ ആണ്. നിങ്ങളത് പ്രൈവറ്റ് മേഖലയിലേക്കൊന്ന് ചിന്തിച്ച് നോക്കുക.
എന്നാണോ കമ്പനിക്ക് നഷ്ടങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങളെ ബെയർ ചെയ്യാൻ കമ്പനിക്ക് പറ്റാതെ വരുന്നത്, അപ്പം തന്നെ ലേ ഓഫ് ആണ്. നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് ആളുകൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടും, ഈവൻ ഇപ്പോൾ എ ഐ വന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് വരെ, വലിയ കമ്പനികൾ വരെ, നമ്മൾ വളരെ വലിയ കമ്പനിയാണെന്ന് വിചാരിക്കുന്ന കമ്പനികൾ വരെ, ഗൂഗിൾ വരെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകളെ പറഞ്ഞയക്കുന്ന, ലേ ഓഫ് ചെയ്യുന്ന, ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഒഴിവാക്കാൻ തീർച്ചയായിട്ടും CGL നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ബാങ്ക് എക്സാംസിലേക്ക് വരുന്ന സമയത്ത്, ബാങ്ക് എന്ന് പറയുന്ന ഒരു ഫീൽഡിലേക്ക് പോകുന്ന സമയത്തും നിങ്ങൾക്കറിയാം, ചില ബാങ്കുകളൊക്കെ മെർജ് ആവുന്ന സമയത്തും പ്രൈവറ്റൈസേഷൻ്റെ സമയത്തൊക്കെ ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് 100% ഒരു സേഫ്റ്റി പറയാൻ കഴിയില്ല എന്നുള്ള കാര്യം ഓർത്തോണം. 100% സേഫ്റ്റി നമുക്ക് പറയാൻ കഴിയുക ഇവിടെയാണ്. ആർട്ടിക്കിൾ 311 ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്കത് പറയാൻ വേണ്ടി കഴിയുന്നത്. ഇനി അവസാനമായിട്ടുള്ളത് സാലറി ആൻഡ് അലവൻസ് ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മളെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നമുക്കൊരു മിനിമം, മാന്യമായി ജീവിക്കണമെങ്കിൽ നമുക്കൊരു മിനിമം സാലറി ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. വിത്ത് എ ഫാമിലി നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ സ്വപ്നം കാണുന്ന ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് തരാൻ നിങ്ങളുടെ ഈ ഒരു പരീക്ഷയ്ക്ക്, CGL എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പം നിങ്ങളൊരു 23-24 വയസ്സിൽ ഒരു ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 70,000 മുകളിലാണ് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് കിട്ടുക. കയ്യിൽ കിട്ടാൻ പോകുന്ന തുക 70,000 രൂപയുടെ അടുത്തായിരിക്കും. ഇനി 70,000 രൂപയുടെ മുകളിലായിരിക്കും. ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് അതിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവും, കൃത്യമായ അപ്ഡേഷൻസ് അവിടെ ഉണ്ടാവും. എന്തിനനുസരിച്ച്? ഇൻഫ്ലേഷൻ അനുസരിച്ച്. സാധനങ്ങളുടെ വിലയൊക്കെ എല്ലാ സമയത്തും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളൊരു പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് ലാഭമുണ്ട്, അല്ലെങ്കിൽ കമ്പനിക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സാലറി കൂട്ടിത്തരിക. ചിലപ്പോൾ നിങ്ങൾ വർഷങ്ങളോളം സാലറി ഇൻക്രിമെൻ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇൻഫ്ലേഷൻ അനുസരിച്ച് കൃത്യമായ സാലറി ഹൈക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പം ഈ വരാനിരിക്കുന്ന, ഇപ്പോൾ തൊട്ടടുത്ത് 8th പേ കമ്മീഷൻ വരാൻ പോകും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇൻസ്പെക്ടർ എന്നുള്ള ലെവലിലുള്ള ആളുകൾക്ക് 70,000-അടുത്താണ് സാലറി, 70,000 മുകളിലാണ് സാലറി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു 8ാമത്തെ പേ കമ്മീഷൻ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടും. കാര്യമായി തന്നെ അതിലൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതായത് പണപ്പെരുപ്പത്തിനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മളുടെ ആവശ്യങ്ങൾ നടന്നു പോകുന്ന രീതിയിലേക്കുള്ള വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു സാലറിയും അതുപോലെ തന്നെ അലവൻസുകളും, കാര്യമായ അലവൻസുകളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് നൽകും എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇങ്ങനെ പോസ്റ്റ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും റൂറൽ ഏരിയയിൽ പോയി ജോലി ചെയ്യേണ്ടി വന്നാൽ പെട്ടുപോയില്ലേ. ബാങ്കിങ് ഒക്കെ സെലക്ട് ചെയ്യുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അവർക്ക് ഏതെങ്കിലും ചെറിയ ദൂരെയുള്ള വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ ജോലി കിട്ടുക എന്നുള്ളത്. എന്നാൽ CGLലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾക്കൊരു ടയർ 2 സിറ്റിയിലെങ്കിലും അത്യാവശ്യം നല്ല സിറ്റികളിലാണ് നമുക്ക് ജോലി ഉണ്ടാവുക. അപ്പം കിട്ടുന്ന പൈസ അതിനനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ അവസരം ഉണ്ടാവും, നമ്മളെ ജീവിതം കുറച്ചും കൂടെ നല്ല ഒരു മെച്ചപ്പെട്ട കൾച്ചറിലേക്ക് കൊണ്ടുവരാൻ ഈ പോസ്റ്റ്, ഈ ഒരു പരീക്ഷ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാനാണെങ്കിൽ ഡയറക്റ്റ് വിളിക്കാനുള്ള നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങളെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ക്ലിയർ ചെയ്താൽ മാത്രം പോരാ, ഈ വീഡിയോ കണ്ടതിൻ്റെ ഭാഗമായിട്ട് വരാനിരിക്കുന്ന CGL പരീക്ഷയ്ക്ക് നിങ്ങളെല്ലാവരും, ഡിഗ്രി യോഗ്യതയുള്ള എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. അപ്ലൈ ചെയ്യുക, നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതുക, നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ലാസ്സുകൾ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് തന്നെ പരീക്ഷ എഴുതാൻ കഴിയട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും CGL കിട്ടിയതിന് ശേഷം എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. താങ്ക് യു.